Good morning. Good morning, ma'am. Okay, good morning. എന്താണ് കുറച്ച് പേരുള്ള എന്തുപറ്റി? അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? വരൂ. അതെ വരട്ടെ. ഞാൻ PG മടുത്ത് തുടങ്ങിയിട്ടാണോ? ഇത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ? എണ്ണം കുറഞ്ഞു പോകുന്നേ ക്ലാസ്സില്? ബുദ്ധിമുട്ടുണ്ട് പ്രത്യക്ഷയില്ലല്ലോ. ഓക്കെ അശ്വതി. എന്തായാലും PG അല്ലേ, അതിൻ്റെതായ ചെറിയൊരു കട്ട് ഉണ്ടായിരിക്കും. ഡിപ്ലോമ പോലെ ആയിരിക്കില്ല, എങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഡിപ്ലോമയൊക്കെ വളരെ സക്സസ് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തല്ലോ. അത് നിങ്ങൾക്ക് PG പഠിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഈസി ആയിട്ട് പഠിക്കാൻ കുഴപ്പമൊന്നും. നിങ്ങൾ നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണെന്ന് അറിയാം. പ്രശ്നമില്ല. ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറഞ്ഞതാണ്, തമാശ പറഞ്ഞല്ല. നമുക്ക് എന്നാ പയ്യെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? വരുന്നവരൊക്കെ വരട്ടെ, ഇടയിൽ കയറട്ടെ. എനിക്ക് അന്നത്തെ കുട്ടി ജോയിൻ ചെയ്തു, അഞ്ജന എന്ന് പറഞ്ഞിട്ട്. അഞ്ജനയാണ് ഇങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നത്. മോക്ക് ടെസ്റ്റിലെ ഒരു ക്വസ്റ്റ്യന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഞ്ജന വരട്ടെ. അപ്പൊ കേസ് ആ കുട്ടി വന്നില്ലെങ്കിൽ പറയാതെ ടെക്നിക്കൽ എററുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ കറക്റ്റ് ആൻസറോട് വരാതിരുന്നത് കേട്ടോ. ആ കുട്ടി ചോദിച്ചതിന് ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. അത് മാർക്ക് ആവുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു, കറക്റ്റ് ആൻസർ കണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മള് മൊഡ്യൂൾ 7-ലെ പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ? ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോളിനെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചൊരു ചാപ്റ്റർ ഉണ്ട് ഡിപ്ലോമയില്. ഇവിടെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഓർമ്മയുണ്ടല്ലോ, നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഓക്കെ, അതുമായിട്ട് കമ്പയർ ചെയ്ത് ചിന്തിച്ചാൽ മതി കേട്ടോ. ഇതൊരു ചെറിയ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെർഷനാണ് ഇൻഫെക്ഷൻ കൺട്രോളും പറഞ്ഞ് നമ്മൾ PG-യില് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങള്, ഇൻഫെക്ഷൻ കൺട്രോൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ? പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ ഇൻഫെക്ഷൻസ് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട്, വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെ? ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതായത് ഏതെങ്കിലും ഒരു ബോഡി സിസ്റ്റത്തിനെ ഓർഗൻസിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇൻഫെക്ഷൻസ്. വൈഡ് സ്പ്രെഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് എൻറ്റയർ ബോഡി സിസ്റ്റത്തിനെ മുഴുവൻ ബാധിക്കുന്നതാണ് വൈഡ് സ്പ്രെഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസുകള് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ? സ്കിൻ കോണ്ടാക്റ്റിലൂടെ വരാം, അതുപോലെ തന്നെ ഇൻഹേലേഷൻ ഓഫ് എയർബോൺ മൈക്രോബ്സ് അല്ലെ, വായുവിലൂടെ ഏതെങ്കിലും ഈ രോഗകാരികൾ നമ്മൾ ശ്വസിക്കുന്നത് വരെ ഉണ്ടാവാം. കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടറിൽ നിന്നുണ്ടാവാം, വെക്ടർ ബൈറ്റ്സിൽ നിന്നുണ്ടാകാം അല്ലെ? അതുപോലെ ഈ പറയുന്ന പോലെ എന്താണ് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ, പിന്നെ ട്രാൻസ്മിഷൻ ഫ്രം ദ മദേഴ്സ് ടു അൺബോൺ ചിൽഡ്രൻ. ഈ രീതിയിലൊക്കെയാണ് ഈ പറയുന്ന ഇൻഫെക്ഷൻസുകൾ ഇങ്ങനെ എത്തുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് വാട്ട് ഈസ് ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ? എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഒരു ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള അണുബാധകളെ നിയന്ത്രിക്കുന്നതിനെയും അതുപോലെ തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ എന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ആവശ്യകത എന്തുകൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ് വരാനുള്ള റീസൺ എന്താണ്? പുതിയ പുതിയ അസുഖങ്ങള് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ?
അതുപോലെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പല അസുഖങ്ങളും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയതായിട്ട് ഉയർന്നു വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ടൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് കമ്പോണൻസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം. മുഴുവൻ കമ്പോണൻസും നമ്മൾ പറഞ്ഞില്ല, കുറച്ച് കമ്പോണന്റ്, ഒരു 3-4 കമ്പോണന്റുകൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ ഇപ്പോഴും ഓർക്കാം എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഒരു ആരോഗ്യ സംരക്ഷണ സംവിധാനത്തില് ഇത്തരത്തിലുള്ള അണുബാധകൾ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനും വേണ്ടി നമ്മൾ കൈക്കൊള്ളുന്ന ഈ പറയുന്ന ഒരു കൂട്ടം പോളിസികള്, പ്രൊസീജിയറുകള്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസുകൾ എന്തൊക്കെയാണ്? 4 കമ്പോണന്റുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4 കമ്പോണന്റുകൾ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ എന്താണ്? ബേസിക് മെഷർ ഫോർ ഇൻഫെക്ഷൻ കൺട്രോൾ, സ്റ്റാൻഡേർഡ് ആൻഡ് അഡീഷണൽ പ്രിക്കോഷൻസ് അല്ലെ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് അല്ലെ, അണുബാധ നിയന്ത്രണ പരിപാടികള് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്താണ് പ്രിക്കോഷൻസ് ഉണ്ട്, അഡീഷണൽ പ്രിക്കോഷൻസ് ഉണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്ന പ്രിക്കോഷൻസ് എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ്? നമ്മള് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകളൊക്കെ ധരിക്കാറുണ്ട് അല്ലെ, മാസ്കുകള്, അതുപോലെ എന്താണ് ഗ്ലൗസുകൾ, ഇതൊക്കെ ധരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ് ഹാൻഡ് ഹൈജീൻ അല്ലെ, നമ്മൾ എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യുക. ഹാൻഡ് ഹൈജീൻ ഒക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ആണ്. അതിന് പുറമെ അഡീഷണൽ ആയിട്ടുള്ള ധാരാളം പ്രിക്കോഷൻസ് ഉണ്ട് അല്ലെ. നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്, മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ പഠിച്ചിട്ടുണ്ട്. 5 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കോണ്ടാക്ട് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എയർബോൺ ട്രാൻസ്മിഷൻ അല്ലെ, അതുപോലെ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ അല്ലെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ. അതുപോലെ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. അപ്പൊ അതിനൊക്കെ ആയിട്ട് നമ്മൾ കുറെ അഡീഷണൽ ആയിട്ടുള്ള കുറെ പ്രിക്കോഷൻസുകൾ എടുക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തത് നമ്മൾ പറഞ്ഞ ഒരു കമ്പോണന്റ് ആണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് കേട്ടോ. അതായത് ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണം, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. കാര്യം ഇത്തരം ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അവരിങ്ങനെയുള്ള ഇൻഫെക്റ്റീവ് ഏജൻസുകളായിട്ട് കൂടുതൽ എന്താണ് ഇടപെടുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ അവരും അവരുടേതായ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്തിരിക്കണം, ഉറപ്പുവരുത്തിയിരിക്കണം അല്ലെ. അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. മൂന്നാമത് എന്താണ്? എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലേ. ഇത് നേരത്തെ പറഞ്ഞതാണ്, ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനായിട്ട് അതിന് വേണ്ട പരിശീലനങ്ങളും അതുപോലെ തന്നെ അവയർനെസ്സും ആർക്ക് കൊടുത്തിരിക്കണം? ഹെൽത്ത് കെയർ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം അല്ലെ. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെ, ആരോഗ്യ പ്രവർത്തകർക്ക് കൊടുക്കുന്ന പരിശീലനവും അവർക്ക് കൊടുക്കുന്ന അവയർനെസ്. ഓക്കെ, അടുത്തത് എന്താണ്? ആസ്പെക്റ്റീവ് ടെക്നിക്സ്. ആസ്പെക്റ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നത്? യൂസിങ് സ്റ്റെറൈൽ മെത്തേഡ്സ് ടു പ്രിവെന്റ് ദ ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റെറൈൽ മെത്തേഡുകൾ, സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾ ഉപയോഗിക്കാം അല്ലെ. പല ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഉണ്ട് അല്ലെ. ഓട്ടോക്ലേവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, സ്റ്റീം അണ്ടർ പ്രഷർ അല്ലെ, ഓട്ടോക്ലേവ്സ്. അതുപോലെ തന്നെ എന്താണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ അല്ലെ, അയണൈസേഷൻ എക്സ്പോഷർ. ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സ്റ്റെറൈൽ മെത്തേഡ്സ് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ദ ഇൻഫെക്ഷൻ. അടുത്തത് എന്താണ്? അഞ്ചാമത്തേത് നോക്കി, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ് ആൻഡ് മിനിമൈസിംഗ് റിസ്ക്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ് ആൻഡ് മിനിമൈസിംഗ് റിസ്ക്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ് എന്നാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഐഡന്റിഫൈ ദ പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ അല്ലെ. ഇൻഫെക്ഷന്റെ പ്രധാനപ്പെട്ട സോഴ്സസുകൾ എന്തൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയുക. ഏതൊക്കെ സോഴ്സുകളാണ്? കണ്ടാമിനേറ്റഡ് ഫുഡിൽ നിന്നാണോ, അതോ വാട്ടറിൽ നിന്നാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ കോണ്ടാക്റ്റിലൂടെയാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു പല രീതിയിൽ നമുക്കറിയാലോ ഇങ്ങനെയൊക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ളത്. അപ്പൊ ഐഡന്റിഫൈ ദ പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷന്റെ പ്രധാനപ്പെട്ട സോഴ്സസുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ആൻഡ് മിനിമൈസിംഗ് റിസ്ക്. അതിനുശേഷം എന്താണ്? അത് റിഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുക. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് അല്ലെ. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ് ആൻഡ് മിനിമൈസിംഗ് റിസ്ക്. ഓക്കെ, ആറാമത് എന്താണ്? സർവെയിലൻസ്.
സർവൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിരീക്ഷണമാണ് അല്ലെ? മോണിറ്ററിങ് എന്താണ്? മോണിറ്ററിങ് ആൻഡ് ട്രാക്കിംഗ് ദ ഇൻഫെക്ഷൻസ് വിത്തിൻ ദ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് അല്ലെ? നമ്മുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിനുള്ളിലെ ഈ പറയുന്ന അണുബാധകളെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ ട്രാക്ക് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവൈലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സർവൈലൻസ് എന്ന് പറഞ്ഞാൽ സർവൈലൻസ് ക്യാമറ എന്നൊക്കെ കേട്ടിട്ടില്ലേ? CCTV ക്യാമറയൊക്കെ നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലെ? സർവൈലൻസ് ക്യാമറ. സർവൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരീക്ഷിക്കലാണ് അല്ലെ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററിങ് ആൻഡ് എന്താണ്? ട്രാക്കിംഗ് ദ ഇൻഫെക്ഷൻസ് വിത്തിൻ ദ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് അല്ലെ? നമ്മുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾക്കുള്ളിലെ ഇൻഫെക്ഷൻസുകളെ അല്ലെങ്കിൽ അണുബാധകളെ അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അതിനെ ട്രാക്ക് ചെയ്യുക. അതും എന്താണ്? പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? ആന്റിബയോട്ടിക് യൂസേജ്, അതുപോലെ മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്. പിന്നെ നമ്മൾ പറയുന്നത് ആന്റിബയോട്ടിക് യൂസേജ് ആണ്. ആന്റിബയോട്ടിക് യൂസേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആന്റിബയോട്ടിക്സുകൾ ഉപയോഗിക്കുന്നതിന് അതിൻ്റെതായ ചില എന്താണ് പ്രൊസീജിയർ ഉണ്ട്. ഓടിപ്പോയി ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. ഇവിടെ പറയുന്നത് ആന്റിബയോട്ടിക് യൂസേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആന്റിബയോട്ടിക്സുകൾ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അതായത് യൂസേജ് ഓഫ് ആന്റിബയോട്ടിക്സ് വൈസ്ലി, വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ആന്റിബയോട്ടിക്സുകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാല് നമ്മൾ ഇത്തരം ആന്റിബയോട്ടിക്സുകൾ ഉപയോഗിക്കുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റുകളെ നമ്മൾ പരമാവധി റിഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ, മിനിമൈസ് ചെയ്യുന്നുണ്ട്, അതിനെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിൽ, ആ രീതിയിൽ വേണം നമ്മൾ ആന്റിബയോട്ടിക്സുകൾ ഉപയോഗപ്പെടുത്താനായിട്ട്. ഓവറായിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് എടുത്തു കഴിഞ്ഞാലും അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആന്റിബയോട്ടിക് യൂസേജ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ആന്റിബയോട്ടിക്സുകൾ ഉപയോഗപ്പെടുത്തും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് ടു പ്രിവെന്റ് ദ ഇൻഫെക്ഷൻസ് അല്ലെ? അതുപോലെ തന്നെ മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ, ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് പ്രോഡക്ട്സ് ആൻഡ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ്. അതുകൂടാതെ എന്താണ്? ഹാൻഡ്ലിംഗ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സേഫ്ലി. ഈ പറയുന്ന ബ്ലഡ് മറ്റു ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ വളരെ സുരക്ഷിതമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെ? പിന്നെ ഇതും കൂടി ഉണ്ട്, ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ? ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതുമൂലം ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ പ്രധാനപ്പെട്ട കമ്പോണന്റുകളാണ് കേട്ടോ. എട്ടാമത്തെ പോയിന്റ് ആയിട്ട്, എട്ടാമത്തെ കമ്പോണന്റ് ആയിട്ട് പറയുന്നത് യൂസ് ഓഫ് സിംഗിൾ യൂസ് ഡിവൈസ്, അതുപോലെ റീപ്രോസസിംഗ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എക്യുപ്മെന്റ്. യൂസ് ഓഫ് സിംഗിൾ യൂസ് ഡിവൈസ് അല്ലെ? സിംഗിൾ യൂസ് ഡിവൈസസുകളുടെ ഉപയോഗം. സിംഗിൾ യൂസ് ഒറ്റ തവണ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസുകൾ ഏതൊക്കെയാ? സിറിഞ്ചുകൾ അല്ലെ? ഗ്ലൗസുകൾ. ഇതൊക്കെ നമ്മൾ എന്താണ്? ഒരേ ഒരു പ്രാവശ്യമേ ഉപയോഗിക്കുള്ളൂ. മാസ്കുകൾ ഒരു പ്രാവശ്യമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. വീണ്ടും വീണ്ടും നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ സിംഗിൾ യൂസ് ആയിട്ടുള്ള ഡിവൈസസ് അല്ലെ? സിറിഞ്ചുകള്, ഗ്ലൗസുകള്, ഇതൊക്കെ നമ്മൾ സിംഗിൾ യൂസ് ആയിട്ടുള്ള ഡിവൈസസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? നമ്മൾ റീയൂസ് ചെയ്യുന്ന, റീപ്രോസസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ധാരാളം മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും ഉണ്ട് അല്ലെ? നമ്മൾ ഈ പറയുന്ന എൻഡോസ്കോപ്പ് അല്ലെങ്കിൽ മറ്റ് സർജിക്കൽ ടൂൾസുകൾ, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ക്ലീൻ ചെയ്ത്, ഡിസിൻഫെക്ട് ചെയ്ത്, സ്റ്റെറിലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റീയൂസ് ചെയ്യുന്നുണ്ട്, റീപ്രോസസ് ചെയ്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ ആ ഒരു സേഫ്റ്റി. പിന്നെ എന്താണ് പറയുന്നത്? ഇൻസിഡന്റ് മോണിറ്ററിങ്. ഇൻസിഡന്റ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോണിറ്ററിംഗ് ഇൻസിഡൻസ്, ഇൻഫെക്ഷൻസ് റിലേറ്റഡ് ഇൻസിഡൻസ് ആയിട്ട്. അതാണ് മോണിറ്ററിംഗ് ഇൻഫെക്ഷൻസ് റിലേറ്റഡ് ഇൻസിഡൻസ്. അതായത് ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസുകളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുക. അതാണ് ഇൻസിഡന്റ് മോണിറ്ററിംഗ്. ദാറ്റ് മീൻസ് മോണിറ്ററിംഗ് ദ ഇൻഫെക്ഷൻ റിലേറ്റഡ് ഇൻസിഡൻസ്. ഇത്തരം ഇൻഫെക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസിഡൻസുകളെ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ. എന്താണ്? ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ. ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഇപ്പൊ ചില ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ഉയർന്നു വരുന്ന ഇൻഫെക്ഷൻസുകളെ നമ്മൾ എന്ത് ചെയ്യാം, അതിന് പ്രത്യേകം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. അതായത് അണുബാധകളുടെ പെട്ടെന്ന് ഉണ്ടാകുന്ന വർധനവ്, അതാണ് ഔട്ട്ബ്രേക്ക് എന്ന് പറയുന്നത്. ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്തരം ഇൻഫെക്ഷൻസുകളുടെ പെട്ടെന്നുണ്ടാകുന്ന വർധനവിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അത് റെഡ്യൂസ് ചെയ്യുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമുകൾ വരുന്ന പ്രധാനപ്പെട്ട കമ്പോണന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ബേസിക് മെഷർ ഫോർ ഇൻഫെക്ഷൻ കൺട്രോൾ, പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ആസ്പെക്ടിക് ടെക്നിക്സ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ് ആൻഡ് മിനിമൈസിംഗ് റിസ്ക്, സർവൈലൻസ്, antibiotic usage, management of blood or body fluid exposure, and hospital-based management. In use of single-use devices, reprocessing of instruments and equipment, then incident monitoring, and last one, outbreak investigation. Okay, clear are the കാര്യങ്ങൾ എളുപ്പമാണ്. ഓക്കെ, ഇതുവരെ പഠിച്ച പോലെ ബുദ്ധിമുട്ടൊന്നും ഇതിലില്ല, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് വരുന്നതാണ് മെത്തേഡ്സ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ കേട്ടോ. നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോളിനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡുകൾ ഏതൊക്കെയാണ് അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ് മെത്തേഡുകൾ നോക്കിയേ. ദ 4 മേജർ മെത്തേഡ്സ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. പ്രധാനപ്പെട്ട 4 മേജർ മെത്തേഡ്സ് ഫോർ ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഐസോലേഷൻ പ്രിക്കോഷൻസ് അല്ലെ, ഐസോലേഷൻ പ്രിക്കോഷൻസ്. സെക്കൻഡ് വൺ എന്താണ്? ബാരിയർ മെത്തേഡ്സ്. തേർഡ് വൺ സർജിക്കൽ ആസെപ്സിസ് ആൻഡ് ഫോർത്ത് വൺ മെഡിക്കൽ ആസെപ്സിസ്. മനസ്സിലായോ? ഓക്കെ, എന്തൊക്കെയാണ്? ഐസോലേഷൻ പ്രിക്കോഷൻ, ഐസോലേറ്റ് ചെയ്യാണ്. നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഐസോലേഷൻ ആണ്. അതായത് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഉള്ള രോഗികളെ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നും നമ്മൾ അവരെ മാറ്റി നിർത്തണം അല്ലെ. ഫിസിക്കലി നമ്മൾ അവരെ എന്ത് ചെയ്യാണ്? ഐസോലേറ്റ് ചെയ്യാണ്. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രാൻസ്മിഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അല്ലെ. ഈ പറയുന്ന പകർച്ചവ്യാധികളുടെ ആ ഒരു സംക്രമണം, ആ ഒരു ട്രാൻസ്മിഷൻ നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ എന്താണ്? ഇപ്പൊ നമ്മൾ കോവിഡ് ഒക്കെ വന്നപ്പോ ഐസോലേറ്റ് ഒക്കെ ചെയ്തിരുന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, പിന്നെ എന്താണ് രണ്ടാമത്തെ പറയുന്നത്? ബാരിയർ മെത്തേഡ് ആണ്. ബാരിയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസിങ് ഫിസിക്കൽ ബാരിയേഴ്സ്. ഫിസിക്കൽ ബാരിയറുകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കാം. ഗ്ലൗസുകള്, ഗൗണുകള്, അതുപോലെ മാസ്കുകള്, പിന്നെന്താണ് ആപ്രൺസുകള് അല്ലെ, സേഫ്റ്റി ഷൂസുകള്, സേഫ്റ്റി സ്പെക്സ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ. ഇതൊക്കെ എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആണ്. നമ്മൾ പറയുന്ന ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. ഓക്കെ, പിന്നെന്താണ്? സർജിക്കൽ ആസെപ്സിസ്. എന്താണ് സർജിക്കൽ ആസെപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സർജിക്കൽ ആസെപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ സർജിക്കൽ ടൂൾസുകളൊക്കെ ഉണ്ടല്ലോ, സർജിക്കൽ ഉപകരണങ്ങളുടെ ഉപരിതലങ്ങളും അതിന്റെ പ്രതലങ്ങളിൽ നിന്നുമൊക്കെ സൂക്ഷ്മാണുക്കളെ നമ്മൾ ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ് സർജിക്കൽ ആസെപ്സിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ സർജിക്കൽ ആസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ സർജിക്കൽ ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ സർഫസസ്, അതിന്റെ പ്രതലങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ ഈ പറയുന്ന സൂക്ഷ്മാണുക്കളെ ഇല്ലാതാക്കുന്ന ആ ഒരു രീതിയെയാണ് നമ്മൾ സർജിക്കൽ ആസെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വരുന്നത് മെഡിക്കൽ ആസെപ്സിസ് ആണ്. മെഡിക്കൽ ആസെപ്സിസ് എന്ന് പറയുമ്പോൾ ജനറലൈസ് ചെയ്താണ് പറയുന്നത്. നമ്മുടെ സൂക്ഷ്മാണുക്കളുടെ എണ്ണം നമ്മൾ എന്താണ്? കുറയ്ക്കുന്ന ആ ഒരു രീതിയാണ്. സൂക്ഷ്മാണുക്കളുടെ മൈക്രോ ഓർഗാനിസംസുകളുടെ എണ്ണം നമ്മൾ എന്താണ്? കുറയ്ക്കുന്ന ആ ഒരു രീതിയെയാണ് നമ്മൾ മെഡിക്കൽ ആസെപ്സിസ് എന്നത് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഇത് 4 പറ്റി ഏകദേശം ഐഡിയ മനസ്സിലായല്ലോ. ഐസൊലേഷൻ പ്രിക്കോഷൻ എന്താണ്? ഇൻഫെക്ഷ്യസ് ഡിസീസസ് വന്നിട്ടുള്ള ആളുകളെ, മറ്റുള്ള അതായത് രോഗികളെ നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് നമ്മൾ അവരെ മാറ്റി നിർത്തുകയാണ് അല്ലെ. അവരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാണ്. രണ്ടാമത്തത് ബാരിയർ മെത്തേഡ് ആണ്. ബാരിയർ മെത്തേഡ് എന്ന് വെച്ചാൽ യൂസിങ് ഫിസിക്കൽ ബാരിയറുകൾ ഉപയോഗിക്കും. ഗ്ലൗസ്, ഗൗൺസ്, സേഫ്റ്റി ഷൂസ്, സേഫ്റ്റി ഗ്ലാസസ്, ഇതൊക്കെ നമ്മൾ ധരിക്കുക. അതുപോലെ തന്നെ സർജിക്കൽ ആസെപ്സിസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ സർജിക്കൽ ഉപകരണങ്ങളുടെ സർഫസസുകളും അതിന്റെ പ്രതലങ്ങളിൽ നിന്നുമൊക്കെ സൂക്ഷ്മാണുക്കളെ ഇല്ലാതാക്കുന്ന ആ ഒരു രീതിയെയാണ് നമ്മൾ സർജിക്കൽ ആസെപ്സിസ് എന്ന് പറയുന്നത്. മെഡിക്കൽ ആസെപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കളുടെ എണ്ണം കുറയ്ക്കുന്ന രീതിയെയാണ് നമ്മൾ മെഡിക്കൽ ആസെപ്സിസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇനി നമുക്ക് ഈ 4 മെത്തേഡുകളും എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് വൺ വരുന്നത് മെഡിക്കൽ ആസ്പെക്ട്സ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, സൂക്ഷ്മാണുക്കളുടെ എണ്ണം കുറയ്ക്കുന്ന രീതിയിലെയാണ് നമ്മൾ മെഡിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം അല്ലെ. നോക്കൂ, ഹാൻഡ് വാഷിംഗ് അല്ലെ. ഹാൻഡ് വാഷിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂക്ഷ്മാണുക്കളെ ഇല്ലാതാക്കാൻ പറ്റും അല്ലെ. പിന്നെ എന്താണ്? ക്ലീനിങ് ദ എൻവിയോൺമെന്റ്. ഇതൊക്കെ മെഡിക്കൽ ആസ്പെക്ട്സിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെയാണ് ഹാൻഡ് വാഷിംഗ് അല്ലെ. പിന്നെ ക്ലീനിങ് ദ എൻവിയോൺമെന്റ്, നമ്മളുടെ ചുറ്റുപാടുകൾ നമ്മൾ വൃത്തിയാക്കുക അല്ലെ. പിന്നെ എന്താണ്? വിയറിംഗ് ദ അപ്രോപ്രിയേറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE അല്ലെ. നമ്മൾ അനുയോജ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. പിന്നെ എന്താണ്? ഡിസ്ഇൻഫെക്റ്റിംഗ് ആർട്ടിക്കിൾസ് ആൻഡ് സർഫസസ് അല്ലെ. നമ്മൾ ഈ കോണ്ടാക്ട് വരുന്ന, നമ്മൾ ഈ പറയുന്ന പോലെ ടച്ച് വരുന്ന, നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ടച്ചബിൾ ആയിട്ടുള്ള എല്ലാ സർഫസസുകള് അല്ലെ, നമ്മുടെ പ്രതലങ്ങള്, നമ്മളുടെ ഉപരിതലങ്ങൾ, ഇതെല്ലാം ഡിസ്ഇൻഫെക്ട് ചെയ്ത് സൂക്ഷിക്കുക. പിന്നെ എന്താണ്? ആൻഡ് യൂസ് ഓഫ് ആന്റിസെപ്റ്റിക്സ് അല്ലെ. ആന്റിസെപ്റ്റിക്സുകളും ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെ എന്തിനു വരുന്നത്? ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇത്തരം സൂക്ഷ്മാണുക്കളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മെഡിക്കൽ ആസ്പെക്ട്സ്. ഇനി നോക്കിയേ, ഹൗ ടു വാഷ് യുവർ ഹാൻഡ്സ്. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഡിപ്ലോമയിൽ ഓൾറെഡി പഠിച്ചില്ലേ നിങ്ങൾ? ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്പുകളെ പറ്റിയിട്ട്. ഓക്കെ, ഇനി മെഡിക്കൽ ആസ്പെക്ട്സിന്റെ ഗോൾ എന്താണ്? മെഡിക്കൽ ആസ്പെക്ട്സ് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണ്? എന്താണ് അതിന്റെ ഗോൾ? നോക്കി, ടു റിമൂവ് പാത്തോജൻസ് ഫ്രം സർഫസ് equipment and the hands of health care workers അല്ലെ. നമ്മൾ ഈ പറയുന്ന, നമ്മുടെ സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന, നമ്മുടെ സമ്പർക്കത്തിൽ വരുന്ന സർഫസസുകള്, എക്യുപ്മെന്റ്സുകള്, അതുപോലെ തന്നെ എന്താണ്? ഹെൽത്ത് കെയർ വർക്കേഴ്സുകളുടെ കൈകള്, ഇതിൽ നിന്നുമൊക്കെ സൂക്ഷ്മാണുക്കളെ റിമൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ മെഡിക്കൽ ആസ്പെക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സൂക്ഷ്മാണുക്കളുടെ എണ്ണം നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ എന്ത് പ്രിവെൻഷൻ ആണ് നമുക്ക് എടുക്കാൻ പറ്റുക? അതായത് ഏത് രീതിയിലാണ് നമുക്ക് അതിന് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക? പ്രോപ്പർ ഹാൻഡ് വാഷിംഗ്. ഇതൊക്കെയാണ് പ്രോപ്പർ ഹാൻഡ് വാഷിംഗ്. ഈ പറയുന്ന സ്റ്റെപ്പ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നതാണ്. പക്ഷെ നമുക്കറിയാം, ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും വൺ ഓഫ് ദ എന്താണ് മോസ്റ്റ് പ്രൈം എന്താണ് കമ്പോണന്റ് ആണ് അല്ലെ. ഒരു പ്രിവെന്റീവ് മെഷർ ആയിട്ടാണ് ഹാൻഡ് വാഷിംഗിന് നമ്മൾ കണക്കാക്കുന്നത്. കാര്യം നമുക്ക് വേറെ ചെലവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, നമ്മൾ കോവിഡ് ഒക്കെ വന്ന സമയത്ത് എന്താണ് സ്ഥിരമായിട്ട് നമ്മൾ കൈകൾ വാഷ് ചെയ്യാറുണ്ട് അല്ലെ. സോപ്പ് വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ നമ്മൾ വാഷ് ചെയ്യാറുണ്ട്, സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ആ ഒരു റൂട്ടീൻ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരുന്നതിന്റെ ആ ഒരു ഫ്രീക്വൻസി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ശരിക്കും നമ്മളത് ചെക്ക് ചെയ്താൽ നമുക്കത് മനസ്സിലാവും. ഓക്കെ, നമ്മളിപ്പോ ഹാൻഡ് വാഷ് ചെയ്യാം, വെറുതെ കൈകഴുകലല്ല, ഹാൻഡ് വാഷിങ്ങിന് അതിന്റേതായ സിസ്റ്റമാറ്റിക് ആയ കുറെ സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് നമുക്കറിയാലോ. നമ്മൾ ആ രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരുന്ന ആ ഒരു ഫ്രീക്വൻസി നമുക്ക് നല്ലപോലെ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ഏറ്റവും നല്ലൊരു മാർഗമാണ് ഇത് പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. അടുത്തത് വിസിബിളി സോയിൽഡ് ഹാൻഡ്. വിസിബിളി സോയിൽഡ് ഹാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൈകളെ മലിനമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്ട് ടു ഡു? എന്ത് ചെയ്യണം? നമ്മൾ യൂസ് സോപ്പ് ആൻഡ് വാട്ടർ അല്ലെ. സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലപോലെ നമ്മൾ എന്ത് ചെയ്യാം? വാഷ് ചെയ്യാം. ഓക്കെ, അതേസമയം ഹാൻഡ്സ് ആർ നോട്ട് വിസിബിളി സോയിൽഡ്. ഇപ്പൊ കൈകള് അത്ര വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ മലിനമാക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് യൂസ് ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്ബ് അല്ലെ. ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് റബ്സ് യൂസ് ചെയ്യുക, മീൻസ് സാനിറ്റൈസറുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമ്മൾ വളരെ വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ കൈകൾ മലിനമായിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ കൈ കഴുകുക. ഇനി അതേസമയം ഒട്ടും വിസിബിൾ അല്ലാത്ത രീതിയിൽ നമ്മുടെ കൈകൾ മലിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ പറയുന്ന പോലെ സാനിറ്റൈസർ യൂസ് ചെയ്യുക. അത് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള എന്താണ് ഹാൻഡ് റബ്ബ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലായി? എളുപ്പമാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഇത് സർജിക്കൽ ആൻസെപ്റ്റീസ് അല്ലെ. ഇതാണ് സർജിക്കൽ ആൻസെപ്റ്റീസ്. ഓക്കെ, സർജിക്കൽ ആൻസെപ്റ്റീസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറയുന്ന സർജിക്കൽ ടൂൾസുകൾ, സർജിക്കൽ ഉപകരണങ്ങള്, അതിന്റെ സർഫസുകളിൽ നിന്നൊക്കെ സൂക്ഷ്മാണുക്കളെ ഇല്ലാതാക്കുന്ന ആ ഒരു രീതിയെയാണ് നമ്മൾ സർജിക്കൽ ആൻസെപ്റ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കുക, ഇറ്റ് ഈസ് ടു കൺസിഡർഡ് as an important aspect of
ഇൻഫെക്ഷൻ കൺട്രോൾ സിസ്റ്റം. അതായത് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് സർജിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന സർജിക്കൽ ആസ്പെക്ട്സ് അല്ലെ. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ദ sterilization of all instruments and equipment used for procedures that involve the entering a person's body. അല്ലെ, നമ്മൾ ഈ പറയുന്ന നടപടി നമ്മുടെ ശരീരത്തിലെ പല പ്രൊസീജിയറുകൾക്കുമായിട്ട് പല നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും ഇൻസ്ട്രുമെന്റ്സുകളും നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലെ, അതാണ് എന്റെ സർജിക്കൽ ആസ്പെക്ട്സ്. അല്ലെ, നമ്മൾ ഈ ഉപകരണങ്ങൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യലൂടെയാണ് നമ്മൾ അതിനെ സേഫ് ആക്കുന്നത്. അല്ലെ, ഓക്കെ. അപ്പൊ നമുക്ക് സച്ചസ് ഇങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയറുകളിലാണ് നമ്മൾ സർജിക്കൽ ആസ്പെക്ട്സ് ചെയ്യേണ്ടത്. ഒന്ന് സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ, സർജിക്കൽ പ്രൊസീജിയറുകളൊക്കെ ചെയ്യുമ്പോൾ ശസ്ത്രക്രിയാ നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ടൂൾസുകളെല്ലാം സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലെ, അതുപോലെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇൻസെർഷൻ ഓഫ് ഇൻട്രാവെനസ് കത്തീറ്റേഴ്സ്, IV കത്തീറ്റേഴ്സ് അല്ലെ, നമ്മൾ IV കത്തീറ്റേഴ്സുകളൊക്കെ ശരീരത്തിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെന്താണ് ഇൻസെർഷൻ ഓഫ് യൂറിനറി കത്തീറ്റേഴ്സ്. ഇപ്പൊ നമ്മൾ വളരെ സിവിയർ ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂറിനറി കത്തീറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെ, അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയറിലും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സുകളും എക്യുപ്മെന്റ്സുകളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗപ്പെടുത്തണം. ഓക്കെ, അതിനെയാണ് നമ്മൾ സർജിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം, സർജിക്കൽ ആസ്പെക്ട്സ് എങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? എങ്ങനെയുള്ള സിറ്റുവേഷനാണ് സർജിക്കൽ പ്രൊസീജിയറുകൾ, ഇഞ്ചക്ഷൻസ്, ഇൻസേഷൻ ഓഫ് IV കത്തീറ്റേഴ്സ്, ഇൻസേഷൻ ഓഫ് യൂറിനറി കത്തീറ്റേഴ്സ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സർജിക്കൽ ആസ്പെക്ട്സ് ഫോളോ ചെയ്യുന്നു. ഓക്കെ ആണോ? മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. മെഡിക്കൽ ആസ്പെക്ട്സും സർജിക്കൽ ആസ്പെക്ട്സും വായിച്ചു നോക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. അടുത്തതാണ് ബാരിയർ മെത്തേഡ്. നമുക്കറിയാലോ, യൂസിങ് ഫിസിക്കൽ ബാരിയറുകൾ ഉപയോഗിക്കുക അല്ലെ. ദാറ്റ് മീൻസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പിക്ചറുകളുണ്ടല്ലോ, എല്ലാം ഉണ്ട് അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റില് വരുന്ന എല്ലാ ഐറ്റംസുകളും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നോക്കി, ബയോ ഹസാർഡ് ബാഗുകള്, അതുപോലെ തന്നെ ഗ്ലൗസുകള് അല്ലെ. പിന്നെ ഇതൊക്കെയാണ് മറ്റു കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ഗ്ലൗസുകൾ ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് കിറ്റ് അല്ലെ, നമ്മുടെ ഗൗൺസ്. ഓക്കെ, സേഫ്റ്റി ഷൂസ്, സേഫ്റ്റി സ്പെക്സ്, മാസ്കുകള്, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ ഭാഗങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നോക്കാം, ബെസ്റ്റ് ഓർഡർ ഫോർ പുട്ടിംഗ് ഓൺ PPE. അതൊന്ന് അറിഞ്ഞിരിക്കാം. അതായത് നമ്മൾ ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കേണ്ട ഒരു കറക്റ്റ് ഓർഡർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിക്കേണ്ട ഒരു കറക്റ്റ് ഓർഡർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ്. ആദ്യം മാസ്ക്, ദെൻ പ്രൊട്ടക്റ്റീവ് ഐവെയർ, ദെൻ ഗൗൺസ്, ഗ്ലൗസ്. ഓക്കെ, ഈ രീതിയിൽ ഇരുന്നാൽ മതി. മാസ്ക്, പിന്നെ പ്രൊട്ടക്റ്റീവ് ഐവെയർ, ഗൗൺസ്, പിന്നെന്താണ് ഗ്ലൗസ്. ആദ്യം നമ്മൾ മാസ്ക് ആണ് വെക്കുന്നത് അല്ലെ. ഓക്കെ, ദെൻ എന്താണ് ഐവെയർ അല്ലെ, നമ്മുടെ കണ്ണിൽ സേഫ്റ്റി ഗ്ലാസ് നമ്മൾ വെക്കുന്നു. ദെൻ നമ്മൾ ഗൗൺസ്, പിന്നെ എന്താണ് ഗ്ലൗസ്. ഇതാണ് ഒരു ശരിയായിട്ടുള്ളൊരു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് അപ്പൊ 3 മെത്തേഡും കഴിഞ്ഞു. ഇനി 4മതൊരു മെത്തേഡും കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. എന്താണത്? ഐസോലേഷൻ പ്രിക്കോഷൻസ്. അതാണ് ഐസോലേഷൻ പ്രിക്കോഷൻസ്. ഓക്കെ, ഐസോലേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ നോക്കിയേ, ഐസോലേഷൻ പ്രിക്കോഷൻസ്. ഇവിടെ നോക്കിയേ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് അല്ലെ. ഡിപ്ലോമയിൽ പഠിച്ചിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് അല്ലെ. കോണ്ടാക്ട് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. അതിൽ 2 ടൈപ്പ് ഉണ്ടെന്ന് അറിയാലോ. ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട് അല്ലെ. നേരിട്ടുള്ള കോണ്ടാക്റ്റിലൂടെ, അതുപോലെ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ എന്ത് സംഭവിക്കാം? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ അല്ലെ. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴോ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഡ്രോപ്ലെറ്റ്സുകൾ ഈ പറയുന്ന ഇൻഫെക്റ്റീവ് ഏജൻസികൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിലൂടെയും എന്ത് സംഭവിക്കാം? ഇൻഫെക്ഷൻസുകൾ ഉണ്ടാകാം. അപ്പൊ ഞാനിപ്പോ ഒരു പനി വന്നിരിക്കുന്ന, ഞാൻ ഒരു മാസ്ക് വെക്കുന്നില്ല, ഒന്നും വെക്കുന്നില്ല, ഞാൻ ചുമക്കുകയാണ്, തുമ്മയാണ്. അപ്പൊ എന്താണ്? എന്റെ ഈ പറയുന്ന എന്റെ ഡ്രോപ്ലെറ്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിലൊക്കെ എന്തുണ്ടാവും? ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഏജൻസ് ഉണ്ടാവും. അത് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും അല്ലെ. അതാണ് എന്ത്? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. പിന്നെ നമുക്കറിയാം എയർബോൺ ട്രാൻസ്മിഷൻ. എയർബോൺ ട്രാൻസ്മിഷൻ ഇതുപോലെ തന്നെയാണ്, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ പോലെ തന്നെയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ശ്രമിക്കുന്ന അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഡ്രോപ്ലെറ്റ്സുകൾ കുറച്ചധിക സമയം നമ്മുടെ വായുവില് എന്ത് ചെയ്യും? തങ്ങി നിൽക്കും അല്ലെ. സസ്പെൻഡഡ് ഇൻ എയർ അല്ലെ. എയറിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. പിന്നീട് അതുവഴിയായിട്ട് മറ്റുള്ള ആളുകളിലേക്ക് ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും അല്ലെ. അതാണ് എന്ത്? എയർബോൺ ട്രാൻസ്മിഷൻ. എയറിലൂടെ വരുന്നത് മാത്രമേ ഉള്ളൂ. ഡ്രോപ്ലെറ്റ്സ് തന്നെ ഈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ എന്നല്ലേ നിങ്ങൾ പഠിച്ചത്. അതിന്റെ ചെറിയ ചെറിയ അംശങ്ങള് നമ്മുടെ വായുവില് ഈ പറയുന്ന പോലെ കുറെ അധികം സമയം സസ്പെൻഡ് ചെയ്ത് വെക്കുന്നു അല്ലെ. എന്നിട്ട് അതിലൂടെ ഈ പറയുന്ന ഇൻഫെക്റ്റീവ് ഏജൻസുകൾ മറ്റുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടാറ്. ഓക്കെ, അപ്പൊ നോക്കാം. പിന്നെ നമുക്കറിയാലോ, വേറെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ പഠിച്ചിട്ടുണ്ട്, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം കേട്ടോ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നോക്കാം. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഫസ്റ്റ് കോണ്ടാക്ട് അല്ലെ. കോണ്ടാക്ട് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റാം? പ്രിവെന്റ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ബൈ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ പേഷ്യന്റ് ഓർ പേഷ്യൻസ് എൻവയോൺമെന്റ് അല്ലെ. അറിയാലോ, പേഷ്യന്റ് ആയിട്ടോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ചുറ്റുപാടുകളുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയോ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയോ ഉണ്ടാകുന്ന ട്രാൻസ്മിഷൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രിവെന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിന് ഉപയോഗിക്കാവുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഏതാണ്? ഏറ്റവും നല്ലത് കോണ്ടാക്റ്റിലൂടെയുള്ള എന്താണ് ട്രാൻസ്മിഷൻ തടയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഏതാണ്? ഗൗൺ ആൻഡ് ഗ്ലൗസ് അല്ലെ. ഗൗണും അതുപോലെ തന്നെ എന്താണ്? ഗ്ലൗസും ആണ് അല്ലെ. ഗൗൺ ആൻഡ് ഗ്ലൗസ്. ഓക്കെ, എങ്ങനെയുള്ള റൂം ടൈപ്പ് ആണ് നമ്മൾ അത്തരം രോഗികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏത് ഐസോലേഷൻ മെത്തേഡ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്? സിംഗിൾ പേഷ്യന്റ് റൂം അല്ലെ. സിംഗിൾ പേഷ്യന്റ് റൂം എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ എന്താണ് ഒരു റൂമിലോട്ട് നമ്മൾ മാറ്റാം. അവരെ നമ്മൾ എന്ത് ചെയ്യാണ്? ഐസോലേറ്റ് ചെയ്യാണ് അല്ലെ. മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് നമ്മൾ അവരെ മാറ്റി നിർത്തുകയാണ്. സോ സിംഗിൾ പേഷ്യന്റ് റൂം. ഓക്കെ, അടുത്തതാണ് ഇത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ അല്ലെ. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രിവെന്റ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് വിയ എയർ ഡ്രോപ്ലെറ്റ്സ് ബൈ കഫിംഗ്, സ്നീസിംഗ്, talking or close contact with the respiratory secretions or mucous membranes. അല്ലെ, നമ്മൾ ഈ പറയുന്ന ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ, സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേതെങ്കിലും റെസ്പിറേറ്ററി സെക്രീഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻസുകളൊക്കെ ആയിട്ട് ഡയറക്റ്റ് ക്ലോസ് കോണ്ടാക്റ്റിലൂടെയൊക്കെ ഇത്തരം ഡ്രോപ്ലെറ്റുകൾ വഴിയായിട്ടും ഇത് സംഭവിക്കാം, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യപ്പെടാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഡ്രോപ്ലെറ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? അതിന് നമ്മൾ എന്ത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് ധരിക്കേണ്ടത്? സർജിക്കൽ മാസ്ക് അല്ലെ. നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ വരുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ? നമ്മൾ മാസ്ക് ഉപയോഗിക്കാം. അങ്ങനത്തെ ഇഷ്യൂസ് വരില്ലല്ലോ. സോ സർജിക്കൽ മാസ്ക് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. എങ്ങനെയുള്ള റൂം ടൈപ്പ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്? സിംഗിൾ പേഷ്യന്റ് റൂം തന്നെ അല്ലെ. സിംഗിൾ പേഷ്യന്റ് റൂം, അങ്ങനെയുള്ള പേഷ്യന്റിനെ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യാം? ഐസോലേറ്റ് ചെയ്യാൻ. അതാണ് സിംഗിൾ പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വരുന്നത് എയർബോൺ ട്രാൻസ്മിഷൻ ആണ് അല്ലെ. എയർബോൺ ട്രാൻസ്മിഷനിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രിവെന്റ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻസ് ദാറ്റ് റിമെയിൻ ഇൻഫെക്റ്റീവ്
ഓവർ ലോങ് ഡിസ്റ്റൻസ് വെൻ സസ്പെൻഡഡ് ഇൻ ദ എയർ അല്ലെ. ഇങ്ങനെയുള്ള ഡ്രോപ്ലെറ്റ്സുകൾ നമ്മുടെ വായുവിൽ കുറെ അധികം സമയം സസ്പെൻഡ് ചെയ്യുന്നത് മൂലം ഇൻഫെക്ടിയസ് ഏജൻസുകൾ സ്പ്രെഡ് ചെയ്യപ്പെടാം. അതിന് നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ഏത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കുക? നോക്കിയേ, N95 ഓർ ഹയർ ലെവൽ റെസ്പിറേറ്റേഴ്സ് അല്ലെ. N95 മാസ്കുകൾ ഉപയോഗിക്കാം. ഹയർ ലെവൽ റെസ്പിറേറ്റേഴ്സ് മാസ്കുകൾ പോലുള്ള സംഭവങ്ങളാണ് അത് ഉപയോഗപ്പെടുത്തുക. ഇനി എങ്ങനെയുള്ള റൂം ടൈപ്പ് ആണ് നമ്മൾ ഇത്തരത്തിലുള്ള എയർബോൺ പാത്തോജൻസിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തരത്തിലുള്ള റൂം ടൈപ്പ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് നോക്കിയേ. എയർബോൺ ഇൻഫെക്ഷൻ ഐസൊലേഷൻ റൂം അഥവാ AIIR. അപ്പൊ അതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. AIIR എന്താണ്? എയർബോൺ ഇൻഫെക്ഷൻ ഐസൊലേഷൻ റൂം എന്നാണ് കേട്ടോ. എയർബോൺ ഇൻഫെക്ഷൻ ഐസൊലേഷൻ റൂം. പിന്നെ നെഗറ്റീവ് പ്രഷർ അല്ലെ, നെഗറ്റീവ് പ്രഷർ ആ റൂമിന് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ സ്പെഷ്യൽ വെന്റിലേഷൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മള് ഈ ഒരു രോഗിയെ പാർപ്പിക്കുന്ന റൂം ഉണ്ടല്ലോ, ആ റൂമിനകത്ത് നമ്മളൊരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യണം. നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ഒരു കുറഞ്ഞ പ്രഷർ നമ്മൾ റൂമിനകത്ത് എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യാം. അതാണ് നെഗറ്റീവ് പ്രഷർ. അതായത് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടല്ലോ, പുറത്തുള്ള അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷർ, ആ ഒരു പ്രഷറിനേക്കാളും ഒരു കുറഞ്ഞ പ്രഷർ നമ്മൾ എന്ത് ചെയ്യാം? റൂമിൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മളൊരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ റൂമിനകത്തുള്ള, അതായത് രോഗി ഇരിക്കുന്ന ആ റൂം ഉണ്ടല്ലോ, അതിനകത്തിരിക്കുന്ന പാത്തോജൻസുകൾക്ക് ഈ ഒരു പ്രഷർ വാരിയേഷൻ മൂലം അത്തരം പാത്തോജൻസുകൾ പുറത്തേക്ക് എന്താവില്ല? എസ്കേപ്പ് ആവില്ല. മനസ്സിലായോ? നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷറാണ് നമ്മൾ ആ റൂമിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ടാവും? ഈ റൂമിലിരിക്കുന്ന ഈ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റൂമിനകത്ത് പാത്തോജൻസുകൾ ഉണ്ടല്ലോ, രോഗാണുക്കള്, അതെന്ത് ചെയ്യുന്നില്ല? പുറത്തേക്ക് അവർ എസ്കേപ്പ് ചെയ്ത് പോവില്ല, അവിടെ തന്നെ നിൽക്കും. അപ്പൊ എന്താണ്? പുറത്തേക്കുള്ള സ്പ്രെഡിങ്ങിനെ നമുക്ക് അവിടെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം എന്താണ്? സ്പെഷ്യൽ വെന്റിലേഷൻ. അപ്പൊ ആ റൂമിനകത്തുള്ള പാത്തോജൻസിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം അല്ലെ. അപ്പൊ അതിനായിട്ട് വളരെ ഡബിൾ ഫിൽറ്റേർഡ് ഒക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു വെന്റിലേഷൻ സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുക്കും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂസ് ആയിട്ട് എയർ ഫിൽറ്റർ ചെയ്ത് ആ നെഗറ്റീവ് പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ പാത്തോജൻസ് അവിടെ തന്നെ നിൽക്കും, പുറത്തേക്ക് എസ്കേപ്പ് ആവില്ല. ആ പാത്തോജൻസിന് നമ്മൾ എന്ത് ചെയ്യാം? ഫിൽറ്റർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വെന്റിലേഷൻ സൗകര്യങ്ങളുടെ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എയർബോൺ പാത്തോജൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. എളുപ്പമാണത്. ഇനി ഐസൊലേഷൻ പ്രിക്കോഷൻസ് ആർ ഗൈഡ്ലൈൻസ് followed to contain the pathogen and limit the exposure to others as much as possible. Okay, limit its exposure to others as much as possible. Underline ചെയ്തു വെക്കുക കേട്ടോ. എന്താണ് ഐസൊലേഷൻ പ്രിക്കോഷൻ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് പറയുന്നത്? These are the guidelines followed to contain. Contain വെച്ചാൽ എന്താണ്? കൺട്രോൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് രോഗകാരികളെ നിയന്ത്രിക്കുന്നതിനും അതിന് മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തിനെ പരമാവധി പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെയാണ് ഐസൊലേഷൻ പ്രിക്കോഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ പറയുന്ന രോഗാണുക്കളെ, പാത്തോജൻസിനെ എന്താണ് നിയന്ത്രിക്കുന്നതിനും അതിന് മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തിനെ പരമാവധി പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെയാണ് എന്ത് പറയുന്നത്? ഐസൊലേഷൻ പ്രിക്കോഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? 4 മെത്തേഡുകളും ഓക്കെയാണോ നിങ്ങൾക്ക്? ഐസൊലേഷൻ പ്രിക്കോഷൻ, ബാരിയർ മെത്തേഡ്, സർജിക്കൽ ആസെപ്റ്റിക്സ്, മെഡിക്കൽ ആസെപ്റ്റിക്സ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. നമ്മൾ പറഞ്ഞു അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ പഠിച്ചത് എന്താണ്? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസുകളാണ് അല്ലെ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്കോഷൻ എന്ന് പറഞ്ഞാല് ഒരു ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിനുള്ളില് നമ്മൾ ഈ പറയുന്ന എല്ലാ വിധത്തിലുമുള്ള അണുബാധകളെ തടയുന്നതിന് വേണ്ടിയിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പാലിക്കേണ്ട ചില പ്രിക്കോഷൻസ്, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐസൊലേഷൻ പ്രിക്കോഷൻ എന്ന് പറയുന്നത് കുറെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻ ആണ്. പക്ഷെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ചില പ്രിക്കോഷൻസ് ഉണ്ട്. ഏറ്റവും അടിസ്ഥാന തലത്തില് നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകളുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓൾവേസ് ഫോളോ
ഈ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ ഇവിടെ കുറച്ച് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് എപ്പോഴും ഫോളോ ചെയ്യാനാണ് പറയുന്നത്. എന്തൊക്കെയാന്ന് നോക്കിയേ. പെർഫോം ഹാൻഡ് ഹൈജീൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ എവരി പേഷ്യന്റ് കോണ്ടാക്ട് അല്ലെ. നമ്മൾ ഓരോ പേഷ്യന്റുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പും അതിനുശേഷവും കൃത്യമായിട്ടുള്ള ഹാൻഡ് വാഷിംഗ് ഫോളോ ചെയ്യുക അല്ലെ. ഹാൻഡ് ഹൈജീൻ പാലിക്കുക. പിന്നെ അടുത്തത് എന്താണ്? യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് at the risk of body fluid exposure അല്ലെ. നമ്മൾ ഈ ബ്ലഡ് മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പ്രത്യേകിച്ച് ലബോറട്ടറി ജീവനക്കാർക്ക് അതിന്റെ ആവശ്യം വരും അല്ലെ. അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ എന്ത് വെയർ ചെയ്യണം? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിച്ചിരിക്കണം. ഓക്കെ. മൂന്നാമത്തെ എന്താണ്? യൂസ് ആൻഡ് ഡിസ്പോസ് ഓഫ് ഷാർപ്സ് സേഫ്ലി. ഇതാണ് യൂസ് ആൻഡ് ഡിസ്പോസ് ഓഫ് ഷാർപ്സ് സേഫ്ലി. നമ്മൾ മൂർച്ചയേറിയിട്ടുള്ള വസ്തുക്കള് അത് വളരെ എന്താണ് ഹാൻഡിൽ വിത്ത് കെയർ അല്ലെ. നമ്മൾ വളരെ ശ്രദ്ധയോടെ സേഫ് ആയിട്ട് നമ്മൾ അത് ഉപയോഗിക്കുക, അതിനെ ഡിസ്പോസ് ചെയ്യുക അല്ലെ. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ബയോ ഹസാർഡ് ബാഗുകളിലൊക്കെയാണ് നമ്മൾ അത് ഡിസ്പോസ് ചെയ്യുന്നത്. ലക്ഷ്യമായിട്ട് നമ്മൾ വലിച്ചെറിയാണോ ചെയ്യുക? അല്ല. അപ്പൊ യൂസ് ആൻഡ് ഡിസ്പോസ് ഓഫ് ഷാർപ്സ് സേഫ്ലി. അടുത്തത് എന്താണ്? പെർഫോം റൂട്ടീൻ എൻവിയോൺമെന്റൽ ക്ലീനിങ് അല്ലെ. അതായത് നമ്മുടെ ചുറ്റുപാടുകൾ, പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ആശുപത്രിയുടെ ചുറ്റുപാടുകള് റുട്ടീനായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക അല്ലെ. ഓക്കെ. നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, എപ്പോഴും അവരിങ്ങനെ ആരെങ്കിലുമൊക്കെ തുടച്ച് മടിച്ച് നോക്കുക അല്ലെ. അങ്ങനെയല്ലേ റുട്ടീനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ. അടുത്തത് എന്താണ്? ക്ലീൻ ആൻഡ് റീപ്രോസസ് ഷെയർഡ് പേഷ്യന്റ് എക്യുപ്മെന്റ് അല്ലെ. ഈ പറയുന്ന പേഷ്യൻസിന് ഷെയർ ചെയ്ത് പോകുന്ന പല എക്യുപ്മെന്റ്സുകളുണ്ട്. സ്റ്റെതസ്കോപ്പ് അല്ലെ. അവിടെ പിക്ചർ കൊടുത്തിട്ട് ഡോക്ടർ ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ്, എല്ലാ രോഗികൾക്കും ഡോക്ടർ അതേ സ്റ്റെതസ്കോപ്പ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഓക്കെ. അതൊക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് റീപ്രോസസ് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫോളോ റെസ്പിറേറ്ററി ഹൈജീൻ ആൻഡ് കഫ് എറ്റിക്വറ്റ് അല്ലെ. എന്താണ് ഫോളോ റെസ്പിറേറ്ററി ഹൈജീൻ ആൻഡ് കഫ് എറ്റിക്വറ്റ് കേട്ടോ. എറ്റിക്വറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? മര്യാദകൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന പോലെ റെസ്പിറേറ്ററി ഹൈജീൻ നമ്മൾ പാലിക്കുക അല്ലെ. അപ്പൊ നമ്മള് എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മള് എന്താണ് നമ്മൾ സംസാരിക്കുമ്പോഴോ ഒക്കെ കൂടുതലും അല്ലെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്താണ്? റെസ്പിറേറ്ററി ഹൈജീൻ നമ്മൾ പാലിക്കുക. അതുപോലെ കഫ് ആൻഡ് എറ്റിക്വറ്റ്. എറ്റിക്വറ്റ് മീൻസ് എന്താണ്? നമ്മള് ചുമക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ എന്താണ് ചുമക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കൈപിടിച്ച് വേണം ചുമക്കാനായിട്ട് അല്ലെ. ഓക്കെ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചുമക്കുന്നത്? നമ്മുടെ ഡ്രോപ്ലെറ്റ്സുകൾ പുറത്തേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതൊക്കെ കഫ് എറ്റിക്വറ്റിന്റെ ഭാഗമാണ് അല്ലെ. കഫ് എറ്റിക്വറ്റിന്റെ ഭാഗമാണ്. കാര്യം എന്താണ്? നമ്മൾ ചുമക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുടെ ഒരു ഭാഗമാണ് അല്ലെ. അതൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ എന്താണ്? യൂസ് ആസെപ്റ്റിക് ടെക്നിക് കേട്ടോ. അതെ, ഞാൻ പറഞ്ഞല്ലോ സ്റ്റെറൈൽ മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുക അല്ലെ, പ്രിവെന്റ് ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ ഹാൻഡിൽ ആൻഡ് ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ആൻഡ് യൂസ്ഡ് ലിനൻ സേഫ്ലി. നമ്മൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളായിക്കോട്ടെ വേസ്റ്റുകളായിക്കോട്ടെ അത് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്പോസ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത് യൂസ്ഡ് ലിനൻ. ഇപ്പൊ നമുക്കറിയാം ബെഡ് ഹോസ്പിറ്റലാണെങ്കിൽ ബെഡ്ഷീറ്റുകൾ മാറുന്നുണ്ട്, പില്ലോ കവറുകൾ മാറുന്നുണ്ട് അല്ലെ, ഇതൊക്കെ ഡെയിലി എന്നോണം മാറുന്നുണ്ട്. അപ്പൊ ഇത്തരം ലിനൻസുകളൊക്കെ വളരെ സേഫ് ആയിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യുക, അത് ഹാൻഡിൽ ചെയ്യുക. അതുപോലെ ഹോസ്പിറ്റൽ വേസ്റ്റുകളും ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. ഓക്കെ. ഇതൊക്കെ നമ്മൾ എന്താണ്? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ്. ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗില് നിർബന്ധമായിട്ടും അടിസ്ഥാനപരമായിട്ടുള്ള തലത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായല്ലോ അല്ലേ? എളുപ്പമല്ലേ? അപ്പൊ ആ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിൽ വരുന്നത് എന്തൊക്കെയാണ്? ഐസൊലേഷൻ പ്രിക്കോഷൻസിൽ വരുന്നത് എന്തൊക്കെയാണ്? ഐസൊലേഷൻ പ്രിക്കോഷനിൽ കുറെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന കുറെ പ്രിക്കോഷൻസ് ആണ്. പക്ഷെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പാലിക്കേണ്ട പ്രിക്കോഷൻസ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സർവെയിലൻസ് ഈസ് one of the most important components of an effective infection control program. നമ്മൾ പഠിച്ചതാണ് അല്ലെ. സർവൈലൻസ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് അല്ലെ. മോണിറ്ററിംഗ് ആൻഡ് ട്രാക്കിംഗ് ദ ഇൻഫെക്ഷൻസ് വിത്തിൻ ദി ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് അല്ലെ. ഒരു ആശുപത്രി സംവിധാനത്തിനുള്ളിലെ ഈ പറയുന്ന അണുബാധകളെ നമ്മൾ ശരിയായ രീതിയിൽ മോണിറ്റർ ചെയ്യുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സർവൈലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So, surveillance is one of the most important components of an effective infection control program.
ഒരു ഇഫക്റ്റീവ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സർവൈലൻസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, എന്താണ് സർവൈലൻസ് എന്നുള്ളതിന് കറക്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. സർവൈലൻസ് ഈസ് ഡിഫൈൻഡ് ആസ് the systematic collection, analysis, interpretation and dissemination of data about the occurrence of HCAIs in a definite patient population. HCAI എന്താണ്? ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഇത് തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. 3 പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. HCA എന്താണ്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അതായത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ. അപ്പൊ എന്താണ് സർവൈലൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഡെഫിനിറ്റ് പേഷ്യന്റ് പോപ്പുലേഷൻ, ഒരു നിശ്ചിത പേഷ്യന്റ് പോപ്പുലേഷന്റെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡുമായിട്ട് ബന്ധപ്പെട്ട, ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസുകളുടെ ഡാറ്റകളെ കളക്ട് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ കളക്ട് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, അതിനെ വിശകലനം ചെയ്യുക, ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഡാറ്റകൾ, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഡാറ്റകളെ ഡിസെമിനേറ്റ് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് ഉള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സർവൈലൻസ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറഞ്ഞാൽ മതി? മോണിറ്ററിംഗ് ആൻഡ് ട്രാക്കിംഗ് ഓഫ് ഇൻഫെക്ഷൻസിന്റെ ഹെൽത്ത് കെയർ സെറ്റിംഗ്. അത് തന്നെയാണ്. കുറച്ച് കറക്റ്റ് ആയിട്ട് പറയുന്നത് മാത്രം ഹെൽത്ത് കെയർ അസോസിയേറ്റഡുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസിനെ വിവരങ്ങൾ ശേഖരിക്കുക, അതിനെ അനലൈസ് ചെയ്ത്, അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത്, അതിനെന്താണ് അതിലൂടെ കണ്ടെത്തിയ വിവരങ്ങളെ ഷെയർ ചെയ്തിട്ട് നമ്മൾ അതിനെ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് സർവൈലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. All people potentially carry infectious microorganisms. As such, it must be assumed that all blood and body fluids or substances are potentially infectious. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നോസോകോമിയൽ ഇൻഫെക്ഷൻ പഠിച്ചപ്പോ അതിന്റെ സോഴ്സസുകളൊക്കെ നിങ്ങൾ പഠിച്ചിരുന്നു അല്ലെ. നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സോഴ്സസുകൾ പഠിച്ചിരുന്നു. അപ്പൊ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് എൻഡോജിനസ് ഏജൻസ് മൂലം ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവാം. എൻഡോജിനസ് ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ സ്ഥിതി ചെയ്ത ബാക്ടീരിയകളുണ്ട്, വൈറസുകളുണ്ട്. അതിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. അതുകൂടാതെ നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും ധാരാളം എന്താണ്, അങ്ങനെയും നമുക്ക് ധാരാളം ഇൻഫെക്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യ ശരീരങ്ങളിലും എന്തുണ്ട്? മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെ ശരീരത്തിൽ ചെറിയ വലിയ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഈ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുകൾ അത് കൈകാര്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിനെ എല്ലാത്തിനെയും നമ്മളൊരു പൊട്ടൻഷ്യലി ഇൻഫെക്ടിയസ് ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കിയിരിക്കും. അതെന്താണ്? നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്ത് ഇത്തരത്തിലുള്ള എന്നിട്ട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതുകൊണ്ട് ബ്ലഡ് ആയിക്കോട്ടെ, മറ്റേത് ബോഡി ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, അതിനെ നമ്മൾ വളരെയധികം പൊട്ടൻഷ്യലി ഇൻഫെക്ടിയസ് ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കിയിരിക്കും. ഓക്കെ, ഇനി നോക്കാം. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആർ ദ വർക്ക് പ്രാക്ടീസസ് റിക്വയർഡ് ടു അച്ചീവ് എ ബേസിക് ലെവൽ ഓഫ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്നാണ് ഇവിടെ പറയുന്നത്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആർ ദ വർക്ക് പ്രാക്ടീസസ് റിക്വയർഡ് ടു അച്ചീവ് എ ബേസിക് ലെവൽ ഓഫ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. അതായത് നമ്മുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തില് ഏറ്റവും ബേസിക് ആയിട്ടുള്ള തലത്തില്, ഏറ്റവും അടിസ്ഥാന തലത്തില് ഈ പറയുന്ന അണുബാധ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന നടപടിക്രമങ്ങളെയാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഡെഫിനേഷൻ ആണ് കേട്ടോ. അതാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിനുള്ളില് ഏറ്റവും അടിസ്ഥാന തലത്തില് അണുബാധ നിയന്ത്രണങ്ങൾക്കായിട്ട് നമ്മൾ കൈക്കൊള്ളുന്ന അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന നടപടിക്രമങ്ങളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, the use of standard precautions aims to minimize and where possible eliminates the threat of infectious transmission, particularly those caused by the blood-borne virus. അല്ലെ, നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് കൊണ്ട് നമ്മൾ എന്താണ് ലക്ഷ്യമിടുന്നത്? ഈ പറയുന്ന രോഗാണുക്കളെ, ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസിന്റെ ട്രാൻസ്മിഷനെ പരമാവധി കഴിയാവുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഉപയോഗിക്കുന്നത്.
ഉപയോഗിക്കുന്നത് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് ബോൺ വൈറസ് അല്ലെ, ഈ പറയുന്ന എന്താണ് നമ്മുടെ രക്തത്തിലൂടെയൊക്കെ സ്പ്രെഡ് ചെയ്യപ്പെടുന്ന രോഗാണുക്കളെയൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ഇതിന്റെ ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസുകൾ എടുക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആർ ഡിസൈൻഡ് to reduce the risk of transmission of microorganisms from both the recognized and unrecognized sources of infection in the hospital. നമ്മുടെ ഹോസ്പിറ്റലില് നമ്മൾ റെക്കഗ്നൈസ് തിരിച്ചറിയുന്നതും തിരിച്ചറിയപ്പെടാത്തതുമായിട്ടുള്ള എല്ലാ സോഴ്സുകളിൽ നിന്നുമുള്ള ഈ പറയുന്ന സൂക്ഷ്മ രോഗാണു വ്യാപനത്തിനെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. ഇതിൽ അത് തന്നെയാണ് പറയുന്നത്. അത് മാത്രമല്ല, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അപ്ലൈസ് ടു ഓൾ പേഷ്യൻസ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഡയഗ്നോസിസ് ആൻഡ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഷാൾ ബി ഇംപ്ലിമെന്റഡ് വെൻ കോൺടാക്ട് വിത്ത് എനി ഓഫ് ദ ഫോളോവിംഗ് ആർ ആൻറ്റിസിപ്പേറ്റഡ്. അപ്പോ നമ്മളൊരു സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുന്നത് ഒരിക്കലും ഒരു വ്യക്തിയുടെ ഡയഗ്നോസിസോ അല്ലെങ്കിൽ അവരുടെ സംശയാസ്പദമായിട്ടുള്ള അസുഖങ്ങളോ പരിഗണിക്കാതെ തന്നെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എല്ലാ രോഗികൾക്കും ബാധകമാണ്. അല്ലാതെ ഇന്ന രോഗമാണെന്ന് അറിഞ്ഞതിന് ശേഷമല്ല നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എടുക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഈ പറയുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, എങ്ങനെയുള്ള പേഷ്യൻസ് ആയിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, സ്റ്റാഫുകൾ ആയിക്കോട്ടെ, എല്ലാവരും ഈ പറയുന്ന രോഗനിർണയം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ പരിഗണിക്കാതെ തന്നെ എല്ലാ ആളുകൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ഒന്നാണ് ഇത് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് രോഗികൾക്ക് മാത്രമായിട്ടുള്ളതോ അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതോ വിസിറ്റേഴ്സിന് മാത്രമായിട്ടുള്ളതോ അല്ല ഈ സംഭവം. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എന്ന് പറയുന്നത് എല്ലാ പേഷ്യൻസിനും എല്ലാവർക്കും എന്താണ് ഒരുപോലെ ബാധകം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോക്കാം. The standard precautions apply to all patients regardless of their diagnosis of presumed infection status. Standard precautions must be used in the handling of. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസുകൾ എടുക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്? നോൺ ഇൻടാക്ട് സ്കിൻ. നോൺ ഇൻടാക്ട് സ്കിൻ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ദിസ് ഇൻക്ലൂഡ്സ് റാഷസ്. നോൺ ഇൻടാക്ട് സ്കിൻ എന്ന് പറയുന്നത് നമ്മള് സ്കിന്ന് കൈകാര്യം, പ്രത്യേകിച്ച് വൂൺസ് അല്ലെ. നോൺ ഇൻടാക്ട് സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വൂൺസുകള്, മുറിവുകള്, ഇഞ്ചുറീസുകൾ, ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഈ പറയുന്ന സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് നോൺ ഇൻടാക്ട് സ്കിൻ. ദാറ്റ് മീൻസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദിസ് ഇൻക്ലൂഡ്സ് റാഷസ്. അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വൂൺസുകള്, ഇഞ്ചുറീസ്, ഇങ്ങനെ പറയുന്നു റാഷസ് ഉൾപ്പെടെ ചൊറിച്ചിലും കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്താവശ്യമാണ്? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് മ്യൂക്കസ് മെംബ്രെയിൻസ്. മ്യൂക്കസ് മെംബ്രെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ നോസ്, നമ്മുടെ മൗത്ത്, അതിനകത്തുള്ള ആ ഒരു ഇന്നർ ലൈനിങ്ങിനെയാണ് നമ്മൾ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരം മ്യൂക്കസ് മെംബ്രെയിൻസുകള് അല്ലെങ്കിൽ അത്തരം മ്യൂക്കസ് സെക്രീഷൻസുകള് അതിനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് അല്ലെ, ഇൻക്ലൂഡിങ് ഡ്രൈഡ് ബ്ലഡ് കേട്ടോ. ഈവൻ ഈ പറയുന്ന ഡ്രൈഡ് ബ്ലഡ് സ്റ്റെയിൻ ആണെങ്കിൽ കൂടിയും നമ്മൾ ബ്ലഡുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓൾ അതർ ബോഡി ഫ്ലൂയിഡ്സ് ഓഫ് സബ്സ്റ്റൻസസ് അത് എക്സെപ്റ്റ് സ്വെറ്റ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദേ കണ്ടെയ്ൻ വിസിബിൾ ബ്ലഡ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ വിസിബിൾ ബ്ലഡ് ഇല്ലെങ്കിൽ കൂടിയും മറ്റുള്ള ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്താവശ്യമാണ്? ഈ പറയുന്ന സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആവശ്യമാണ്. ബ്ലഡ് മാത്രമല്ല, വിസിബിളി ബ്ലഡ് ഇല്ലാത്ത ഏത് ബോഡി ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണെങ്കിലും അതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മള് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എടുക്കണം. ഒരാളെ മാത്രം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്താണ്? ആക്സെപ്റ്റ് സ്വെറ്റ്. വിയർപ്പിനെ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് വിയർപ്പിനെ ഒഴിവാക്കാൻ കാരണം എന്നറിയോ? വിയർപ്പിലൂടെ എന്ത് നടക്കുന്നില്ല? ട്രാൻസ്മിഷൻ നടക്കുന്നില്ല. മറ്റെല്ലാ ബോഡി സെക്രീഷനിൽ നിന്നും എന്ത് നടക്കുന്നുണ്ട്? ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. വിയർപ്പിലൂടെ ഒട്ടും നടക്കുന്നില്ല എന്നല്ല, പക്ഷെ വിയർപ്പിലൂടെ ലോവർ റിസ്ക് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതായത് സൂക്ഷ്മ രോഗാണുക്കള് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാനുള്ള റിസ്ക്, ആ ഒരു ചാൻസ് ഏറ്റവും കുറവുള്ള ഒന്നാണിത് ഈ പറയുന്ന സ്വെറ്റ്, വിയർപ്പ്. ഉപ്പുരസോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിലൂടെ എന്ത് ചെയ്യുന്നില്ല? ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതൊഴികെ ബാക്കി എല്ലാ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിനും
സമയത്തും കൈകാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് നമ്മൾ ഫോളോ ചെയ്തു. ഓക്കെ, ക്ലിയർ ആയിട്ട് വിചാരിക്കും കേട്ടോ. അടുത്തത് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് പ്രാക്ടീസസ്. കേട്ടോ, ഒരു സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങള് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് എന്താണ്? സേഫ് യൂസ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഷാഫ്റ്റ്സ്. കേട്ടോ, അതായത് നമ്മൾ ഇതിലുള്ള മൂർച്ചയേറിയിട്ടുള്ള വസ്തുക്കൾ വളരെ സുരക്ഷിതമായിട്ട് അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അത് ഡിസ്പോസ് ചെയ്യുക കേട്ടോ. അത് സേഫ് യൂസ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഷാഫ്റ്റ്സ്, മൂർച്ചയേറിയ വസ്തുക്കളുടെ സുരക്ഷിതമായിട്ടുള്ള ഉപയോഗം, അതിന്റെ ഡിസ്പോസൽ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ് കേട്ടോ. പിന്നെ എന്താണ്? ഹാൻഡ് ഹൈജീൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഓൾ പേഷ്യന്റ് കോൺടാക്ട്. എല്ലാ പേഷ്യൻസുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തതിന് മുമ്പും അതിനുശേഷവും നമ്മൾ കൈശുചിത്വം പാലിച്ചിരിക്കണം. പിന്നെ എന്താണ്? The use of personal protective equipment which may include gloves if applicable. അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യാം. അതിനകത്ത് ഗ്ലൗസ് ഇതെല്ലാം ഉൾപ്പെടുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗപ്പെടുത്തുക. പിന്നെന്താണ്? The use of aseptic non-touch technique for all invasive procedures including appropriate use of skin disinfectants. അതായത് ഇൻവെസീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻജെക്ഷൻ ചെയ്യുന്നത്, കത്തീറ്ററൈസേഷൻ, ഇതൊക്കെ ഇൻവെസീവ് പ്രൊസീജിയേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻവെസീവ് പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നോൺ ടച്ച് ടെക്നിക് ഉപയോഗിക്കുക. നോൺ ടച്ച് ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹാൻഡിങ് എക്യുപ്മെന്റ്സ് ആൻഡ് സൈറ്റ്സ് വിത്തൗട്ട് ടച്ചിങ് ദം. നമ്മൾ അതിന് ടച്ച് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എക്യുപ്മെന്റ്സുകളും ആ സൈറ്റുകളും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് നോൺ ടച്ച് ടെക്നിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുപാട് കൈ ഉപയോഗിക്കാതെ നമ്മൾ ടച്ച് ചെയ്യാത്ത, അധികം നമ്മൾ ടച്ച് വരാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇൻവെസീവ് പ്രൊസീജിയർ, ഇപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴോ കത്തീറ്ററൈസേഷൻ പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഹാൻഡിലിംഗ് ദ എക്യുപ്മെന്റ് ആൻഡ് സൈറ്റ്സ് വിത്തൗട്ട് ടച്ചിങ് ദം. നമ്മൾ അവരുടെ ശരീരം നമ്മൾ ടച്ച് ചെയ്യാത്ത രീതിയിൽ പരമാവധി നമ്മൾ ആ എക്യുപ്മെന്റ്സുകളൊക്കെ എന്ത് ചെയ്യാം? ഹാൻഡിൽ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ദാറ്റ് ഇൻക്ലൂഡിംഗ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് സ്കിൻ ഡിസിൻഫെക്ടൻസ്. കേട്ടോ, അതുപോലെ സ്കിൻ ഡിസിൻഫെക്ടൻസുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. സാനിറ്റൈസർ പോലെയുള്ള സ്കിൻ ഡിസിൻഫെക്ടൻസ് ഒക്കെ ഉപയോഗപ്പെടുത്തുക. പിന്നെ എന്താണ് പറയുന്നത്? വേസ്റ്റ് മാനേജ്മെന്റ് ആണ് അല്ലെ. വേസ്റ്റ് മാനേജ്മെന്റ് നേരത്തെ പറഞ്ഞതാണ്. ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. അതുപോലെ തന്നെ റൂട്ടീൻ എൻവിയോൺമെന്റൽ ക്ലീനിങ്, പതിവായിട്ട് നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയാക്കുക. കാരണം അതിലൂടെയൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാമല്ലോ. അപ്പൊ അത് നമ്മൾ വൃത്തിയാക്കുക. പിന്നെ അപ്രോപ്രിയേറ്റ് ഹാൻഡ്ലിംഗ് ഓഫ് ലിനൻ, നമ്മൾ ഈ പറയുന്ന തുണിത്തരങ്ങള്, ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള്, അത് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാം. പിന്നെ എന്താണ്? റെസ്പിറേറ്ററി ഹൈജീൻ ആൻഡ് കഫ് എറ്റിക്റ്റ് അല്ലെ. റെസ്പിറേറ്ററി ഹൈജീൻ ആൻഡ് കഫ് എറ്റിക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. നമ്മുടെ ഒരു എന്താണ് ശ്വാസ സംബന്ധമായിട്ടുള്ള ശുചിത്വം നമ്മൾ പാലിക്കുക. അതുപോലെ നമ്മൾ ചുമയ്ക്കുമ്പോൾ അതിൻ്റെതായ ആ ഒരു ക്ലീൻലിനെസ് നമ്മൾ ഹൈജീൻ നമ്മൾ ഉറപ്പുവരുത്തുക. ഓക്കെ, ഇത്രയുമാണ് അവിടെ പറയുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ്. നോക്ക്, അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ. നമ്മൾ നേരത്തെ ഐസോലേഷൻ പ്രിക്കോഷൻ എന്താണ് അണ്ടർലൈൻ ചെയ്തില്ല, ഡെഫിനിഷൻ. അതുപോലെ ഒരു ഡെഫിനേഷൻ ആണത്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആർ ദ മിനിമം ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രാക്ടീസസ് that must be used at all times for all patients in all situations. അതായത് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ വളരെ മിനിമം ആയിട്ടുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ പ്രാക്ടീസസ് ആണ്. എന്ന് പറഞ്ഞാല് എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ സമയത്തും എല്ലാ രോഗികളും അതിൽ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഏറ്റവും മിനിമം ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ പ്രാക്ടീസസിനെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഉദ്ദേശിക്കുന്നത്. ക്ലിയറായോ പറഞ്ഞത്? മനസ്സിലായോ? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ പേഷ്യൻസുകളും എല്ലാ സമയത്തും അവർ നിർബന്ധമായിട്ട് പാലിക്കേണ്ട ഏറ്റവും മിനിമം പ്രിവെൻഷൻ കൺട്രോൾ പ്രാക്ടീസസിനെയാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? പിന്നെ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഓക്കെ, ഇത് എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, ബുദ്ധിമുട്ടൊന്നും. എന്നാലും നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന് ചോദിക്കാം കേട്ടോ. ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഐസൊലേഷൻ പ്രിക്കോഷൻ എന്താണ്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് പ്രിക്കോഷനിൽ വരുന്ന എന്താ പറയുക പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ എയർബോൺ ട്രാൻസ്മിഷൻ ഏത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് റൂം ടൈപ്പ് ആണ്, അല്ല ഏത് റൂം ടൈപ്പ് ആണ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ നമുക്ക് അറിയാവുന്നതാണ് എങ്കിലും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ അതിന് ഇഷ്ടംപോലെ ചോദിക്കും കേട്ടോ. അത് നല്ല ശ്രദ്ധയോടുകൂടി വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. അറിയാവുന്നതാണ്. വേറെ ഡൗട്ട്സ് ഒന്നും നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്താലോ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.